നാളെയും കൂടി ഇവിടെ നിന്ന് മീൻ കിട്ടും. എവിടെ നിന്നല്ലേ പറഞ്ഞുതരാം. ട്രോളിംഗ് നിരോധനത്തിൽ തീരമണഞ്ഞ ബോട്ടുകളെ കണ്ടല്ലോ, എന്നാൽ പിന്നെ ഒരു ഫിഷിംഗ് ഹാർബർ കൂടി കണ്ടാലോ. ഇത് മുനമ്പം ഫിഷിംഗ് ഹാർബർ ആണ്. ഹാർബറിനോട് ചേർന്ന് ബോട്ടുകൾ കാണാം. ഇവിടെ ഇന്ന് കച്ചവടം ഉണ്ടായിരുന്നു, നാളെയും കൂടി ഉണ്ടാകും. ഇന്നത്തെ മീൻ കച്ചവടം എല്ലാം കഴിഞ്ഞ് ഇവിടെ ക്ലീനിങ് നടക്കുകയാണ്. മീനുകൾ സ്റ്റോർ ചെയ്യുന്ന ബോക്സുകൾ റീപ്ലേസ് ചെയ്യുന്നു, കഴുകാനുള്ളത് കഴുകുന്നു. ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ മറ്റ് ജോലികളിലേക്ക് പോകുമെന്നും ട്രോളിംഗിന് ശേഷം തിരിച്ചെത്തുകയുമാണ് പതിവെന്ന് ജോലി തിരക്കിനിടയിൽ ഒരു ചേട്ടൻ പറഞ്ഞു. വീഡിയോയ്ക്ക് മുമ്പിൽ വരാനുള്ള സമയമൊന്നും ഇല്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇപ്പൊ പൂർണ്ണമായി ഒഴിഞ്ഞു കിടക്കുന്ന ഹാർബറാണ് നമ്മൾ കാണുന്നത്. കാക്കയെല്ലാം വന്ന് അവരുടെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അവരുടെ കാര്യവും കുറച്ച് നാളത്തേക്ക് എന്തായാലും അവതാളത്തിൽ തന്നെ ആകും. കുറച്ച് ഗൗരവമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കടൽ വിഭവങ്ങളുടെ പ്രജനന കാലയളവിൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനായിട്ടാണ് ട്രോളിംഗ് ഏർപ്പെടുത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് മത്സ്യബന്ധനം നിലയ്ക്കുന്നത് മൂലം പ്രതിസന്ധിയിലാകുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർക്ക് സൗജന്യ റേഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് മതിയോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കൊടുക്കണം? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.